Good afternoon, all. Good afternoon. Good afternoon. Good afternoon, ma'am. Okay. Prayer പറഞ്ഞു കേട്ടോ. Prayer. Bind us together, God, bind us together with bind us together, God, bind us together. Bind us together, God, bind us together with cords that cannot be broken. Bind us together, God, bind us together, God, bind us together with love. There is only one God, there is only one King, there is only one body, that is why we sing. We are the children of God, we are His promise divine, we are His chosen desire, we are the glorious new wine. Bind us together, God, bind us together with cords that cannot be broken. Signing and thought of the day prepared ആണ് ആരെങ്കിലും? ഇന്ന് ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്ന അപർണ മിസ്സിനെ മോണ്ടിസോറി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യും. സ്റ്റുഡൻസിനെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ തുടങ്ങാനായിട്ട് നിന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ആയിരുന്നു. ഓക്കെ, സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞൂലേ? കുട്ടികളുടെ ഇമോഷൻസ് നമ്മൾ റെസ്പെക്ട് ചെയ്യണം, അവരുടെ ഫീലിങ്സും കാര്യങ്ങളും നമ്മൾ റെസ്പെക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞൂലേ? Yes, ma'am. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. ഇമോഷണൽ ഡെവലപ്മെന്റ്. ഇമോഷൻസ് ആർ എസ്പെഷ്യലി സിവിയർ ഡ്യൂറിങ് ഏർലി ചൈൽഡ്ഹുഡ്. കുട്ടികൾ ഇപ്പൊ കരയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പറയൂലേ, ചില കുട്ടികൾ കരയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കരച്ചിൽ മാത്രമായിരിക്കും എന്നൊക്കെ പറയാറുണ്ടല്ലേ? കുഞ്ഞു കുട്ടിയായിരിക്കുന്ന സമയത്ത് ഇല്ലേ, ഒരു കരഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തില്ല, ഏന്തി കരയും. അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? അത് നമ്മുടെ കുട്ടികൾ തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. അപ്പോ അവർക്ക് ഇമോഷൻസ് കുറച്ചും കൂടി സിവിയർ ആയിട്ടാണ് ഏർലി ചൈൽഡ്ഹുഡിൽ വരുന്നത്. ആ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ ഡിസിക്ലിബ്രിയം ആണ്. അവർക്ക് ഒരു ഇമോഷൻസ് ബാലൻസ്ഡ് ആയിട്ടുള്ള ടൈം അല്ല, ഡിസിക്ലിബ്രിയം ആയിട്ടുള്ള ടൈമാണ്. കാരണം ചിലപ്പോ നന്നായിട്ട് ചിരിക്കുന്ന ഒരു കുട്ടിയായിരിക്കും, ചിരിച്ച് കളിച്ച് കളിപ്പാട്ടങ്ങളൊക്കെ യൂസ് ചെയ്ത് കളിക്കായിരിക്കും. ജസ്റ്റ് നമ്മളൊന്ന് മാറുമ്പോഴേക്കും പെട്ടെന്ന് കരയുന്നത് കാണാൻ പറ്റും അല്ലെ? അതേപോലെ തന്നെ ഇപ്പൊ ആ കുട്ടി എന്താണ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ചോക്ലേറ്റോ എന്തെങ്കിലും ടോയ്സോ കൈ കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിരിക്കും, ഭയങ്കര ഹാപ്പി ആവും അല്ലെ? Yes, ma'am. കുട്ടികളുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് ആ ഒരു ടൈം പീരീഡില് എങ്ങനെയാണ്, കുറച്ച് സിവിയർ ആണ്, പിന്നെ മോർ റെഗുലർലി ആൻഡ് മോർ സിവിയർലി ആണ് വരുന്നത്. അപ്പൊ നോക്കാം, നമുക്ക് ഇമോഷണൽ ഡെവലപ്മെന്റ് ഇൻ ചിൽഡ്രൻസ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇമോഷൻസ് ആർ എക്സ്പെഷ്യലി സിവിയർ ഡ്യൂറിങ് ഏർലി ചൈൽഡ്ഹുഡ്. ഏർലി ചൈൽഡ്ഹുഡില് കുറച്ച് സിവിയർ ആയിട്ടാണ് ഇമോഷൻസ് കുട്ടികൾ പ്രകടിപ്പിക്കുന്നത്. ദിസ് ഈസ് ദ ടൈം ഓഫ് ഡിസിക്ലിബ്രിയം. ആ ഒരു ഇമോഷൻസ് ഡിസിക്ലിബ്രിയം ആയിട്ടുള്ള ടൈമാണ്. when the children are not of focus in sense that they are simply across to emotional eruption. ഈ കുട്ടികൾക്ക് എപ്പോഴും ഇമോഷണൽ എറപ്ഷൻസ് വരും. ഹാപ്പി, സാഡ്, അല്ലെങ്കിൽ വെറുതെ വിഷമിച്ചിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് കുട്ടികളുടെ ആ ഒരു ടൈമിൽ കോമൺ ആയിട്ട് വരുന്ന ഇമോഷൻസ് ആണ്. The severe emotionality in children is identified by, കുട്ടികൾ കുറച്ചും കൂടി വലുതാവുമ്പോൾ കുറച്ചും കൂടി സിവിയർ ആയിട്ടുള്ള ഇമോഷണാലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ടെമ്പർ ടെൻട്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വാശി അങ്ങനെ ഉള്ളൊരു ക്യാരക്ടർ. ഇന്റൻസ് ഫിയർ എന്ന് വെച്ചാൽ ഭയങ്കര ഭയം. അൺറീസണബിൾ ഔട്ട്ബേർസ്റ്റ് ഓഫ് ജെലസി. നമ്മളിപ്പോ രണ്ട് കുട്ടികളൊക്കെ ഉള്ള പാരന്റ്സ് ആണെങ്കിൽ ഇപ്പൊ ഒരു രണ്ടാമത്തെ ആള് 4 വയസ്സൊക്കെ ആവുന്ന സമയത്ത് മൂത്ത ആള് 4 വയസ്സും രണ്ടാമത്തെ ആള് 2 വയസ്സാണെങ്കിൽ നമ്മള് ഇളയ കുട്ടീനെ ഒന്ന് കൊഞ്ചിക്കുമ്പോ അപ്പൊ അവള് വന്ന് പറയും, അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല അല്ലെ, കുഞ്ഞാനെയാണല്ലോ ഇഷ്ടം എന്ന് പറയൂലേ?
അവര് ആ ഒരു ഏജ് നമ്മുടെ ആ ഒരു ഏജിലേക്ക് വന്നു കഴിഞ്ഞാല് കുട്ടികൾ പറയും അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ടല്ല അമ്മ എന്നെ കളിപ്പിക്കാത്തത്, അല്ലെങ്കിൽ കയ്യിൽ പറയാത്ത, മുക്തിന്ന് വിളിക്കാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ജലസി ആവുന്ന കുട്ടികളാണ് ആ ടൈം. അവരുടെ മനസ്സിൽ വേറെ കളങ്കൊന്നുമില്ല കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനത്തെ ജലസിയും കാര്യങ്ങളൊക്കെ വരുന്നത്. The following are the chief characteristics of emotion during pre-school years. താഴെ പറയുന്നതാണ് പ്രീ സ്കൂൾ ഇയേഴ്സിൽ കുട്ടികളിൽ വരുന്ന ഇമോഷൻസ്. നമുക്ക് നോക്കാം. ഡ്യൂറിങ് ഏർലി ചൈൽഡ്ഹുഡ് മോർ ഇമോഷൻസ് അപ്പിയർ മോർ റെഗുലർലി ആൻഡ് മോർ സിവിയർലി. ഇമോഷൻസ് എങ്ങനെയായിരിക്കും അപ്പിയർ ചെയ്യുന്നത്? മോർ റെഗുലർ ആയിരിക്കും, വന്നുകൊണ്ടേയിരിക്കും, പിന്നെ സിവിയർ ആയിട്ടായിരിക്കും. ഇപ്പൊ വന്നു കഴിഞ്ഞാൽ കരച്ചിലാണെങ്കിലും കരച്ചിൽ വന്നു കഴിഞ്ഞാൽ മാറാനായിട്ട് ഒരുപാട് ടൈം എടുക്കും. ഇമോഷൻസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ റിലേഷൻ ടു കോൺസെൻട്രേറ്റ് ഒബ്ജക്ട്സ്. ഈ ഒരു ഒബ്ജക്റ്റ് കിട്ടാനൊക്കെ അവർ പെട്ടെന്ന് കരയിലും വാശിയും കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട് അല്ലെ. കുട്ടികളുടെ ഇമോഷൻസ് ടെമ്പററി ആണ്. ഇമോഷൻസ് ആർ ടെമ്പററി. ദ ചൈൽഡ് ഷിഫ്റ്റ് ഹിസ് ഇമോഷൻ വെരി ക്വിക്ലി. ചിലപ്പോൾ നമ്മൾ നല്ല സന്തോഷത്തോടെ ഇരുന്ന് ക്ലാപ്പൊക്കെ ചെയ്ത് കളിക്കുന്ന കുട്ടിയായിരിക്കും, നമ്മൾ കണ്ണൊന്നും തെറ്റുമ്പോഴേക്കും അവനിരുന്ന് കരയുന്നതാണ്. ഒരു കാര്യം ഉണ്ടാവില്ലേ, വെറുതെ കരയായിരിക്കും. നമ്മൾ വിചാരിക്കും അയ്യോ എന്തെങ്കിലും ഉറുമ്പ് കടിച്ചോ എന്താണ്, നമ്മൾ ടെൻഷൻ ആവും അല്ലെ. അവൻ കരയുമ്പോ അത് കുട്ടികളിൽ വരുന്നൊരു ഇമോഷൻസ് പല രീതിയിൽ വരുന്നതാണ്. അത് ടെമ്പററി ആണ്, മാറിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് ക്വിക്ലി അത് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ടെൻഷൻ ഒന്നും അടിക്കേണ്ടത് നോർമൽ ആണ്, എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മള് കുട്ടികളെ വളർത്തിയിട്ടുള്ളവരായതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അല്ലെ. നന്നായിട്ട് ഇന്ന് കളിക്കായിരിക്കും. ചിലപ്പോ ആ സമയത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആരെങ്കിലും അടുത്തും കൊടുത്തിട്ട് നമ്മൾ ഒന്നൊരു 5 മിനിറ്റ് മാറുന്നത്. അപ്പോഴേക്കും അവിടെ ഭയങ്കര പ്രശ്നമായിട്ടുണ്ടാവും. ഭയങ്കര കരച്ചിലും ബഹളവും കാര്യങ്ങളായിട്ടുണ്ടാവും. നമ്മള് എന്താ പറയാ, ഭയങ്കരമായിട്ട് എന്താണ് ഇമോഷൻസ് ക്വിക്ലി മാറിക്കൊണ്ടിരിക്കും. ഇമോഷണൽ എക്സ്പ്രഷൻ ഇൻ ഏർലി ചൈൽഡ്ഹുഡ് ആർ സിവിയർ ഇൻ റെപ്രസെന്റേറ്റീവ് ഓഫ് ഇന്റൻസിറ്റീസ് ഓഫ് സ്റ്റിമുലേസ്. ഏർലി ചൈൽഡ്ഹുഡില് ഇമോഷണൽ റിയാക്ഷൻസ് വരാനായിട്ട് അത്രയും എന്താണ് സ്റ്റിമുലേസും കാര്യങ്ങളൊന്നും വേണമെന്നില്ല. എന്താണ് ഇമോഷൻസ് വരാനായിട്ട് അതിന് കാരണങ്ങൾ വേണമെന്നില്ല. കാരണങ്ങൾ ഇല്ലാണ്ട് കുട്ടികൾ കരയും, അല്ലെങ്കിൽ അവർക്ക് ഇമോഷൻസ് മാറിക്കൊണ്ടിരിക്കും. ചിൽഡ്രൻ ഫെയിൽ ടു ഹൈഡ് ദെയർ ഇമോഷൻ. നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുട്ടികള് ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഹൈഡ് ചെയ്യാൻ അറിഞ്ഞോട്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കും അല്ലെ. നമ്മളോടുള്ള ഇമോഷൻസ് അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് തോന്നുന്ന ഇമോഷൻസ്, ദേഷ്യോ അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് പെരുമാറും. പക്ഷേ ചിൽഡ്രൻസ് ഫെയിൽ ടു ഹൈഡ് ദെയർ ഇമോഷൻസ്. അവർക്ക് ഇമോഷൻസ് ഹൈഡ് ചെയ്യാനാണ്. അവർക്ക് കരച്ചിൽ വന്നാൽ കരയും, ടെൻഷൻ വന്നിട്ടുണ്ടെങ്കിൽ നെയിൽ ബൈറ്റിങ്, തമ്പ് സക്കിങ്. അമ്മനെ കാണാതെ വരുമ്പോഴാണ് തമ്പ് സൈക്ക് ചെയ്യുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അമ്മ കുറച്ചങ്ങോട്ട് മാറിക്കഴിയുമ്പോ എന്തെങ്കിലും ചിലപ്പോ ഒന്ന് ബാത്ത് ചെയ്യാൻ മാറിയിട്ടുണ്ടാവുള്ളൂ, അപ്പോഴേക്കും ആൾ തമ്പ് സക്കിയും. അപ്പൊ എന്താ വിചാരിക്കണേ, കുട്ടിക്ക് വിശക്കണമെന്ന്. നമ്മള് ഫുൾ മിൽക്കും കൊടുത്തിട്ടൊക്കെ ആയിരിക്കും നമ്മളൊന്ന് കുളിക്കാൻ വേണ്ടിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഡ്രസ് വാഷ് ചെയ്യാൻ അങ്ങനെ പോണേയിരിക്കും. പക്ഷെ അപ്പൊ മുതൽ അവൻ എന്ത് ചെയ്യും, തമ്പ് സക്ക് ചെയ്യാൻ തുടങ്ങും. അത് അവരുടെ ഒരു ഇമോഷണൽ എക്സ്പ്രഷൻ ആണ്. അവന് അമ്മനെ കാണുന്നില്ല, അമ്മനെ കാണണ്ടാവുമ്പോ അവന് വിഷമം വരുന്നത്. അത് അവനെ തമ്പ് സക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ അമ്മയെ എടുക്കണം, അല്ലെങ്കിൽ അമ്മയുടെ ഒപ്പം നിൽക്കണം. അമ്മയുടെ ഒപ്പം നിൽക്കുമ്പോൾ അവന് പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ സ്ട്രേഞ്ച് ആയിട്ടുള്ള വസ്തുക്കളെയോ സ്ട്രേഞ്ച് ആയിട്ടുള്ള പേഴ്സൺസിനെ കാണുമ്പോൾ അവന് സ്പീച്ച് ഡിഫിക്കൽറ്റീസും കാര്യങ്ങളും വരും, സംസാരിക്കില്ല. കുറച്ചുകൂടി വലുതായാൽ പോലും നമ്മളില് ഒരു പുതുതായിട്ട് ഒരാൾ വരാണ് നമ്മുടെ വീട്ടിലേക്കെങ്കിൽ കുട്ടി എന്ത് ചെയ്യും, അമ്മയുടെ പുറകിൽ ഒളിച്ചു നിൽക്കും അല്ലെ. അല്ലെങ്കിൽ സംസാരിക്കാൻ പറയുമ്പോൾ അവർക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇതെല്ലാം കുട്ടികളിൽ നോർമലി വരുന്ന കാര്യങ്ങളാണ്, ഇമോഷണൽ ഡെവലപ്മെന്റ് തന്നെ ഭാഗമാണ്. അപ്പോ ഇമോഷണൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് ആരാണ്? മദർ. അമ്മയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് അമ്മയാണ്. ദ ഇമോഷണൽ ടൈ ബിറ്റ്വീൻ ഇൻഫന്റ് ആൻഡ് മദർ ഈസ് എ ക്രൂഷ്യൽ ഫാക്ടർ ഇൻ ദ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ഓഫ് ദ ഗ്രോയിങ് ചൈൽഡ്. ഒരു ഗ്രോയിങ് ചൈൽഡിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് അവന്റെ അമ്മയാണ്. കാരണം അമ്മ ഏറ്റവും സേഫ് ആയിട്ടുള്ള പ്ലേസ് ആണല്ലേ. ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് എന്ന് കുട്ടി ഫീൽ ചെയ്യുന്ന എവിടെയാണ്? അമ്മയുടെ അടുത്താണ്. Children exhibits signs of fear, anxiety in the presence of strange person. ഞാൻ പറഞ്ഞില്ലേ, സ്ട്രേഞ്ച് പേഴ്സണെ കാണുമ്പോൾ കുട്ടികളിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആൻസൈറ്റീസ്, ഫിയർ വരാറുണ്ട്. അത് ഇപ്പൊ വീട്ടിൽ പുതുതായിട്ട് ഒരാള് വരാണെങ്കിൽ, ആള് ഇതുവരെയും കുട്ടി കണ്ടിട്ടില്ലെങ്കിൽ അവൻ ചിലപ്പോ കരയൊക്കെ ചെയ്യും അല്ലെ. പുതുതായിട്ട് ഒരാൾ കാണുമ്പോൾ
ചിലപ്പോ റിലേറ്റീവ്സ് ആയിരിക്കും, നമുക്ക് പരിചയം ഉണ്ടാവും, നമ്മൾ ഒരു പ്രാവശ്യം നമ്മുടെ റിലേറ്റീവ്സ് ആയിരിക്കും. പക്ഷെ കുട്ടീനെ ആദ്യമായിട്ട് കാണണമെങ്കിൽ അവര് വരുമ്പോ തന്നെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആവും. അപ്പൊ എന്ത് ഫീൽ ചെയ്യും, അയ്യോ ഞാൻ കുട്ടീനെ ഒട്ടും സോഷ്യലബിൾ ആക്കാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുട്ടിക്ക് ആരെ അറിഞ്ഞുകൂടാ, ഇത് എന്താ ഇങ്ങനെ കുട്ടീനെ വളർത്തി വെച്ചിരിക്കുന്നൊക്കെ പാരന്റ്സിനോട് കംപ്ലൈന്റ് പറയും. എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. എന്റെ മോള് കോവിഡിന്റെ ടൈമിലായിരുന്നു ഡെലിവറി. കോവിഡിന്റെ ടൈമിൽ ആയിരുന്നു എന്റെ ഡെലിവറി നടന്നത്. അപ്പൊ കോവിഡിന്റെ സമയത്ത് എന്ന് വെച്ചാൽ നമ്മൾ അധികം സോഷ്യൽ ഇവന്റ്സിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അതേപോലെ സ്ട്രെയിൻ എന്താ പറയാ, ആരും നമ്മുടെ വീടുകളിലേക്ക് വിസിറ്റ് ഒന്നും വരുന്നില്ല. 2 years ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ലോക്ക്ഡൌൺ ഒക്കെ മാറി നമ്മൾ കുറച്ചും കൂടി സോഷ്യലബിൾ ആവാനായിട്ട് തുടങ്ങിയത്. ഓർമ്മയുണ്ടോ ആ ഒരു ടൈമൊക്കെ? രണ്ട് ഡെലിവറിയുമോ? ഓക്കെ, സെക്കൻഡ് ഡെലിവറി. ആ സമയത്ത് നമ്മൾ അധികം സോഷ്യലബിൾ അല്ലായിരുന്നു. അപ്പൊ എന്താണ് എന്റെ മോക്ക് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവക്ക് ആരെങ്കിലും കാണുമ്പോൾ, ഞങ്ങള് ഫാമിലി ഇപ്പൊ എന്റെ വീട്ടിലായാലും എന്റെ വീട്ടിലെ മെമ്പേഴ്സ് അച്ഛനമ്മ അനിയത്തിനെ അവൾക്ക് പരിചയമുണ്ട്. അതുപോലെ ഹസ്ബൻഡ് വീട്ടിലായാലും അച്ഛനമ്മ അനിയൻ ഞങ്ങൾ രണ്ടുപേരും കൂടുതലായിട്ട് കമ്പനിയാണ്. ഞങ്ങളോടൊപ്പം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഒന്നും പ്രശ്നമില്ല. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാല് കോവിഡൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ വിരുന്നാരൊക്കെ വരാൻ തുടങ്ങി ഭാവനെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അവള് സമ്മതിക്കില്ല, അവള് കരച്ചിൽ തുടങ്ങും. കരച്ചിൽ തുടങ്ങുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് വരുന്നവര് പറയുന്നത് കുട്ടിയെ വളർത്തി വെച്ചിരിക്കുകയാണ്, അവളെന്താ ആരുടെ അടുത്ത് പോവാത്തത് എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയും. എനിക്കറിയാം എന്താണ് സ്ട്രേഞ്ച് പേഴ്സൺസിനെ കണ്ടിട്ട് ആണ് ഈ ഒരു ആൻസൈറ്റിയും കാര്യങ്ങളും വന്നിരിക്കുന്നത്, എനിക്കറിയാം. അതേപോലെ തന്നെ അവൾക്ക് ഞാൻ പറഞ്ഞില്ലേ കോവിഡിന്റെ ടൈമിലാണ് ആൾ ജനിച്ചിരുന്നത്. അപ്പോ ട്രാവൽ ചെയ്യുന്നത് ആദ്യം ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ആൾക്ക്. ഞങ്ങൾ ആദ്യം ഒരു അമ്പലത്തിൽ പോയി, കോവിഡ് ഒക്കെ മാറി ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കുറച്ച് ട്രാവൽ ചെയ്യണം. ഇരിഞ്ഞോൾക്കാവെന്ന് പറയും, പെരുമ്പാവൂർ അടുത്താണ് അമ്പലം. അപ്പൊ അവിടെ പോയപ്പോ മോളെ കൊണ്ട് ടൂലറിനാ പോയത്. അപ്പോ ആൾക്ക് ചെറിയ റോഡുകളൊക്കെ ഉണ്ടല്ലോ, ചെറിയ വണ്ടികളൊക്കെ പോകുന്ന റോഡ്, അവിടെ അവൾ ഓക്കെയാണ്, ചിരിച്ചും കളിച്ചൊക്കെ നമ്മുടെ ഒപ്പം വണ്ടിയിൽ ഇരിക്കും കേട്ടോ. പക്ഷെ വലിയ റോഡുകളിലേക്ക് വരുമ്പോ വലിയ ബസ്സും അതേപോലെ തന്നെ എന്താ പറയാ വലിയ വണ്ടികളൊക്കെ കാണുമ്പോൾ ആൾ കരച്ചിൽ തുടങ്ങും. കരച്ചിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലാണ്. പിന്നെയും കുറച്ച് കഴിയുമ്പോ ചെറിയ റോഡുകളാകുമ്പോ ആൾ കൂളാവും. അപ്പൊ പിന്നീട് എനിക്ക് മനസ്സിലായി അവൾക്ക് വണ്ടികൾ കാണുമ്പോ പേടിയായിട്ടാണ്. വണ്ടികൾ അടുത്തേക്കൊക്കെ വരുമ്പോ അവൾക്ക് പേടിയാവണ്ട, അതിനൊക്കെ തന്നെ നോക്കുകയാണ്, ഭയങ്കരമായിട്ട് നോക്കി നിൽക്കുകയാണ്, കാരണം പേടിയായിട്ടാണ്. അപ്പോ ആൾക്ക് എന്താണ് ഈ ഒരു സ്ട്രേഞ്ച്, അവള് ഇതുവരെയും കാണാത്ത വലിയ വണ്ടികള്, ഇതേപോലെ ബസ്സും കാര്യങ്ങളൊന്നും നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല കോവിഡ് സമയത്ത്. അപ്പൊ ഇത്രയും വണ്ടികളും കാര്യങ്ങളും ഒന്നും കണ്ടില്ല, ലോക്ക്ഡൌൺ ഒക്കെ ആയിരുന്നു, ഇത്രയും വണ്ടികളൊന്നും കണ്ടിട്ടില്ല. ഇത്രയും വണ്ടികളൊക്കെ കണ്ടപ്പോ ഭയങ്കര പേടിയും കരച്ചിലും. ഞങ്ങള് ഒരു വിധത്തില് വീട്ടിൽ തിരിച്ചെത്തി എന്ന് പറയാം. അത്രയും കഷ്ടപ്പെട്ടു, വിഷമിച്ചു പോയി. കാരണം കുട്ടി കരച്ചിൽ നിർത്തണല്ലോ, ആദ്യമായിട്ട് ആഗ്രഹിച്ച് കൊണ്ടുപോയതാണ് ആളെ അമ്പലത്തില്. പക്ഷെ എന്താണ് കരച്ചിൽ നിർത്തുന്നേ ഇല്ല. ഓക്കെ, പക്ഷെ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്റെ മോൻ, രണ്ടാമത്തെ ആൾക്കാർ. അവള് എങ്ങനെ ആദ്യം ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ രണ്ടാമത്തെ ആളെയും കൊണ്ട് ഇതേപോലെ തന്നെ അതേ പ്രായത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തു, അമ്പലത്തിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈം ആകുമ്പോൾ ഞങ്ങൾ കൊണ്ടുപോകാറുള്ളതാണ്. അപ്പൊ ആ അമ്പലത്തിൽ പോയപ്പോ അവര് കൂളായിരുന്നു, അവനെ കൊണ്ടുപോയതേ അറിഞ്ഞില്ല. ഞങ്ങളുടെ ഒപ്പം നിന്നിട്ട് അവൻ കാഴ്ചകളൊക്കെ കണ്ട് വണ്ടികളൊക്കെ വരുമ്പോ വണ്ടിക്കൊക്കെ ടാറ്റയൊക്കെ കൊടുത്ത് അവൻ അത് എൻജോയ് ചെയ്തു. ചിലപ്പോ ആൺകുട്ടി ആയതുകൊണ്ടായിരിക്കും, പക്ഷെ വണ്ടിയൊക്കെ കണ്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പോകുന്നു. കാരണം അവള് കോവിഡിന്റെ ടൈമിലും അവൻ കോവിഡിന് ശേഷമാണ്. അവൻ കുറച്ചും കൂടി ഈ വണ്ടികളും അല്ലെങ്കിൽ ഈ വ്യക്തികളെ കണ്ടാലൊന്നും അധികം കരച്ചിലും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അവൾ ആദ്യം ആരുടെ അടുത്ത് പോകില്ലായിരുന്നു കേട്ടോ. റിലേറ്റീവ്സ് എന്തെങ്കിലും ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ പിന്നീടാണല്ലോ, കോവിഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്തെങ്കിലും ചെറിയ ചെറിയ ഫംഗ്ഷൻസിനൊക്കെ വരുമ്പോൾ റിലേറ്റീവ്സിനൊക്കെ കണ്ടു തുടങ്ങിയത്. ആ സമയത്ത് മറ്റാര് കൈ കാണിച്ചാലും പോകില്ല, കുറച്ച് ജാടിയൊക്കെ ഇട്ട് നിൽക്കും. പക്ഷെ അവർ വിചാരിക്കുന്നത് നമ്മൾ അങ്ങനെയാണ് കുട്ടീനെ വിടാത്തതാണ്, അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ ശരിക്കും റിയാലിറ്റി അതല്ലായിരുന്നു. ആ വ്യക്തിനെ അവർക്ക് അറിയില്ല, സ്ട്രേഞ്ച് ആയിട്ടുള്ള വ്യക്തിനെ, അവൾ സോഷ്യലബിൾ അല്ലായിരുന്നു. അതേപോലെ തന്നെ ഫെസ്റ്റിവൽസ് ഒക്കെ വരില്ലേ, അപ്പൊ പോയാലും ആൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, കരച്ചിലാവും. ഫെസ്റ്റിവൽസ് ഭയങ്കര ആൾക്കാരെ ക്ലൗഡഡ് ആയിട്ടുള്ള ഏരിയാസിലൊന്നും കൊണ്ടുപോകാൻ പറ്റാത്തൊരു പ്രശ്നം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം എന്തായാലും മാറ്റാം. കാരണം പിന്നീട് ആയാലും ആള് ഇതേപോലത്തെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യണം, കണ്ടിന്യൂസ് ഇതേപോലുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോകാൻ തുടങ്ങി. എന്നുവെച്ചാൽ ഫെസ്റ്റിവൽസിനൊക്കെ പോകുമ്പോൾ മാസ്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ട് മാസ്ക് ഒക്കെ യൂസ് ചെയ്ത് പോകും. കൊണ്ടുപോകാൻ റിപ്പീറ്റ്ലി കൊണ്ടുപോകാനായിട്ട് തുടങ്ങി. അപ്പൊ പിന്നെ ആൾക്ക് ഇപ്പൊ അവള് ഓക്കെയാണ്. ഇപ്പൊ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവള് ആ ഫുൾ അറ്റൻഷൻ, ആ ക്രൗഡിന്റെ ഫുൾ അറ്റൻഷൻ അവളിലേക്ക് ക്യാച്ച് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണിച്ചോളൂ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അവർക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി ആയിരുന്നു കേട്ടോ. അത് നമ്മള് ചിലപ്പോ നമ്മള് റിലേറ്റീവ്സിന്റെ അടുത്ത് നിന്നൊക്കെ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും ഈ ഒരു പ്രശ്നം. കാരണം കുട്ടീനെ
മിസ് എന്റെ മൂത്ത മോള് ഇതുപോലെ കൊറോണ എന്നല്ല, എന്നാലും ആൾക്കാരുടെ അടുത്തൊന്നും പോകില്ലായിരുന്നു. സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി ആണ്. ആ അല്ല ഇപ്പൊ അതേ സമയത്ത് ഇളയ മോള് ആരുടെ അടുത്ത് വേണമെങ്കിലും പോകും. ഇപ്പൊ പേടി എനിക്ക് സത്യം പറയാം, ആര് വിളിച്ചാലും പോകും. പക്ഷെ മൂത്ത മോള് അങ്ങനെയായിരുന്നില്ല, എന്റെ അടുത്തൊന്നും മാറുകയേ ഇല്ലായിരുന്നേ. ഇളയ മോള് പക്ഷെ നേരെ തിരിഞ്ഞാണ്. എന്റെ അടുത്ത് പറയൊന്നുമില്ല, എവിടെ വേണമെങ്കിലും ആരോട് വേണമെങ്കിലും ഇറങ്ങിപ്പോകും. പക്ഷെ കൊറോണ ടൈമിൽ ഉണ്ടായ ഇളയാളെ ഓക്കെ, അതൊക്കെ ഓരോ ഓപ്പോസിറ്റ് ആണ്. കുട്ടികളുടെ ആയിരിക്കും. കാരണം എന്താണെന്നറിയാവോ, ഇപ്പം എന്റെ വെച്ചിട്ടുണ്ടെങ്കിൽ കൊറോണ ടൈമിൽ തന്നെ മൂത്ത ആള് വന്നപ്പോ ആദ്യത്തെ കുട്ടിയാ വീട്ടിൽ, ഫാമിലിയുടെ ഏറ്റവും ഫസ്റ്റ് ചൈൽഡ് ആണ്. അപ്പൊ നമ്മൾ കൂടുതൽ കെയറും കാര്യങ്ങളും കൊടുക്കും. ആർക്കെടുക്കാൻ കൊടുക്കില്ല, ക്യാമറ ഓൺ ആവില്ല കേട്ടോ. അത് തന്നെയാ മിസ്സേ, നമ്മളിപ്പോ ഫസ്റ്റ് ചൈൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് ഭയങ്കര കെയറിങ്ങും. കാര്യങ്ങളും ഇപ്പൊ കൊടുക്കും. മിസ് പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇപ്പൊ എനിക്ക് നടന്നേക്കണേ. എന്ന് വെച്ചാൽ ഇവള് ചൈൽഡ് ആയതുകൊണ്ടാണ് എനിക്ക് അവളുടെ കാര്യം കോവിഡിന്റെ സമയം ഒരു പ്രശ്നമായിരുന്നു. അപ്പൊ വന്ന ആൻസൈറ്റി ഞാൻ പറഞ്ഞില്ലേ, വെഹിക്കിൾസിനോടുള്ള പേടി, അത് ചിലപ്പോ നമ്മൾ കൊണ്ടുപോകാത്തോണ്ടായിരിക്കും. ഞങ്ങൾ കൊണ്ടുപോയി, വീട്ടിൽ അമ്മ സമ്മതിക്കില്ലായിരുന്നു. വണ്ടിയുടെ ഞാൻ പറഞ്ഞത് പൊതുവെ ഇങ്ങനെ നമ്മൾ അറ്റാച്ച് മൂത്ത പിള്ളേരാ, ഇളയ പിള്ളേർക്ക് അങ്ങനെ അത്ര അറ്റാച്ച് ഇല്ല. അതേ സെയിം സ്വഭാവമാണ്. കാരണം ഇല്ലേ, വീട്ടില് വർക്ക്ഷോപ്പ് ഉണ്ട് ഹസ്ബൻഡിന്. അപ്പൊ വർക്ക്ഷോപ്പില് ആരെങ്കിലും വന്നു കഴിഞ്ഞാല് അവനിങ്ങനെ കൈ കാണിക്കും. കൈ കാണിച്ചു കഴിഞ്ഞാൽ അവൻ ആ ചേട്ടൻ്റെ ഒപ്പം പോകും. കുറച്ചേരൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് നടക്കും. എന്നുവെച്ചാൽ അങ്ങനെ ചെയ്യണവൻ. അവന് കുറച്ചുകൂടി സോഷ്യലബിൾ ആണ്, ഒരു പേടിയും ഇല്ല ആൾക്ക്, ഭയങ്കര കോൺഫിഡന്റ് ആണ്. ഈ വണ്ടികളൊക്കെ വരുമ്പോ അവന് ടാറ്റ കൊടുക്കുന്നു, ഈ വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോ നമുക്ക് ഹായ് കൊടുക്കുന്നു. ഒരുപാട് പ്രശ്നമാണ്. വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തിരിഞ്ഞു നോക്കും നമ്മളെ, ആ വണ്ടി വന്നിട്ടുണ്ടോന്ന് ബാക്കിലേക്ക് തിരിഞ്ഞു. ചെറിയ കുട്ടിയാ, എന്നാലും ഭയങ്കര കുറ്റക്കേട് അവന്. അവൻ കുറച്ചും കൂടി സോഷ്യലബിൾ ആണ്. അവന് നേരത്തെ സംസാരിച്ചു തുടങ്ങി. അവൾ സംസാരിച്ചു തുടങ്ങാൻ വൈകി. അവള് കുറച്ച് വൈകിയാണ് സംസാരിച്ചു തുടങ്ങിയത്. പക്ഷെ അവൻ നേരത്തെ സംസാരിച്ചു തുടങ്ങി. കാരണം 1.5 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ 1.5 വയസ്സ് വലിയ സെന്റൻസ് ഫോം ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോഴും അവൻ അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഭയങ്കര സംസാരം കൂടുതലാ. നിങ്ങക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടോ? PDF കാണാൻ പറ്റുന്നുണ്ടോ? യെസ് മാം. എവിടെ ഇട്ടേക്കണം? കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അത് പോകുമ്പോ പറയണം കേട്ടോ, മിക്കവാറും പോകും. എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട് സിസ്റ്റത്തിന്. അപ്പൊ കുട്ടികളിൽ കാണുന്നത് ഇപ്പൊ സ്ട്രേഞ്ച് ആയിട്ടുള്ള വസ്തുക്കളായാലും സ്ട്രേഞ്ച് ആയിട്ടുള്ള ടോയ്സ് ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ വീട്ടിലൊരു ആളുടെ ബർത്ത്ഡേക്ക് എന്താണ് ഒരു പാട്ട് പാടുന്നത്, ലൈറ്റ് എളിയുന്ന ഒരു പാവക്കുട്ടിയെ വാങ്ങിച്ചു കൊടുത്തത്, അന്യനെ വാങ്ങിച്ചു കൊടുത്തേ. പക്ഷെ ആ വസ്തുവിനെ കാണുമ്പോ തന്നെ പേടിയെ കരച്ചിലാണ്. അവർക്ക് പറ്റൂല, ആ വസ്തു കാണാൻ പാടില്ല. അവര് മുകളിൽ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോഴും ഉറക്കിയിട്ടില്ല, അത് മുകളിൽ തന്നെ ഇരിക്കുക. കാരണം കണ്ട പേടിയാണ്. സ്ട്രേഞ്ച് ആയിട്ടുള്ള വസ്തുവിനെയും സ്ട്രേഞ്ച് ആയിട്ടുള്ള പേഴ്സൺസിനെ കാണുമ്പോൾ കുട്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ആൻസൈറ്റി, ഫിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി ക്ലിയർ ആണോ? സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി മിസ്സേ, എന്റെ മോൾക്ക് ഈ തേങ്ങ ഉണ്ടല്ലോ, പൊതിക്കാത്ത തേങ്ങ, ഉണങ്ങിയ തേങ്ങ ഭയങ്കര പേടിയായിരുന്നു. ഈ പറമ്പിൽ നിന്നൊക്കെ എടുത്തോണ്ട് വരുമ്പോ ഭയങ്കരമായിട്ട് കരയുമായിരുന്നേ. അതെന്തോ ജീവിയാണെന്നെങ്ങാനും ആയിരിക്കും വിചാരിക്കുന്നേ. പിന്നെ അത് അച്ഛൻ ഇങ്ങനെ പൊതിച്ച് കാണിക്കും. അവന് അകത്തെ തേങ്ങ അറിയാം, പക്ഷെ പുറമായിട്ടിരിക്കുന്ന അറിയത്തില്ലായിരുന്നു. അങ്ങനെ അത് പൊതിച്ച് കാണിച്ചു കഴിയുമ്പോൾ അങ്ങനെ അകന്ന് നിന്ന് കരഞ്ഞുകൊണ്ടേ അത് കാണുള്ളൂ പൊതിക്കുന്നതൊക്കെ. അങ്ങനെ ഒരു പേടിയുണ്ടായിരുന്നു. അത് മാറ്റിയെടുത്തു. അത് മാറ്റിയെടുത്തു. അതേപോലെയാണ് നമ്മള് അവനെ പേടിയാണെന്ന് വിചാരിച്ച് നമ്മൾ അതിൽ നിന്ന് അവനെ മാറ്റില്ല, അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. റിപ്പീറ്റ്ലി ഇപ്പൊ ഞാൻ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അവളെയും കൊണ്ട് ഇപ്പൊ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ആ ബുദ്ധിമുട്ടില്ല. ആദ്യം ഞാൻ ഫസ്റ്റ് ട്രാവൽ ചെയ്ത് ഒന്നും മറക്കുന്നില്ല, കാരണം അത്രയും ഞാൻ വിഷമിച്ചു പോയി. ആ വണ്ടി ട്രാവൽ ചെയ്തപ്പോൾ ഭയങ്കര കരച്ചിലും, അത് സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നല്ലോ. അവൾ ഇതുവരെയും എക്സ്പീരിയൻസ് ചെയ്യാത്ത രീതിയിൽ ആയിരുന്നുകൊണ്ടാണ് നമുക്കത് പ്രശ്നം പറ്റിയത്. അപ്പോൾ സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി ആണ് അതിനുള്ള കാരണം. കുട്ടികൾ സ്ട്രേഞ്ച് ആയിട്ടുള്ള പേഴ്സൺസിനെ, വസ്തുക്കളെ കാണുമ്പോൾ കരയുന്നത് എന്തുകൊണ്ടാണ്? സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി ആണ്. കുട്ടികളെ നമ്മൾ വഴക്കൊന്നും പറയാൻ പാടില്ല, അത് ഇന്നതാണെന്ന് പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ഇനി അടുത്തൊരു അനദർ സോഴ്സ് ഓഫ് ആൻസൈറ്റി ആണ് അമ്മേനെ കാണാതെ ആകുമ്പോ കുട്ടികൾക്ക് അറിയോ അല്ലെ? ചെറിയ കുട്ടികളാവുമ്പോ മുതൽ അമ്മേനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അറിയോ അല്ലെ? അല്ലെങ്കിൽ അമ്മേനെ കാണാണ്ടാവുമ്പോ തമ്പ് സക്ക് ചെയ്യും, ഭയങ്കരമായിട്ട് തമ്പ് സക്ക് ചെയ്യും. കൈ വായിലിങ്ങനെ തമ്പ് സക്ക് ചെയ്തോണ്ടിരിക്കും. എന്നുവെച്ചാല്
അവർക്ക് സെപ്പറേഷൻ ആൻസൈറ്റി ഫീൽ ചെയ്യുന്ന കുട്ടികൾക്ക് സെപ്പറേഷൻ ആൻസൈറ്റി, അമ്മയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുമ്പോൾ കുട്ടി അൺസേഫ് ആണെന്നുള്ള ഒരു ഫീലിംഗ് വരുന്നതാണ്. അമ്മയെ കാണുന്നില്ല, കാരണം അവര് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന പേഴ്സൺ എന്ന് പറയുന്നത് അമ്മയാണ്. അപ്പൊ അമ്മനെ കാണാണ്ടാവുമ്പോ അവര് ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആവും. ഇപ്പോ എന്റെ മോൻ ആള് അത്യാവശ്യം ചെറിയ കുട്ടിയാ, എന്നാലും ഞാൻ ക്ലാസ്സിൽ പോയിട്ട് ചെല്ലുമ്പോ ആള് എന്നെ മൈൻഡ് ചെയ്യൂല. ആദ്യം സെപ്പറേഷൻ ആൻസൈറ്റിയുടെ പ്രശ്നമായിരിക്കുള്ളൂ. ആള് മൈൻഡ് ചെയ്യില്ല. മൈൻഡ് ചെയ്യുന്ന ബാക്കിൽ 2 കൈയും കെട്ടി അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കും. എന്നെ മൈൻഡ് ചെയ്യില്ല. കുറെ നേരം കഴിഞ്ഞിട്ട് വേണം ഞാൻ പോയി കൂടിക്കഴിഞ്ഞാല് ആൾ എന്റെ അടുത്ത് കമ്പനി ആവുള്ളൂ വീണ്ടും. കാരണം അവനെ ഇപ്പൊ ചിലപ്പോ ഞാൻ ഇറങ്ങുന്ന സമയത്ത് അവൻ എന്നോട് പറയും മോനിറ്റുണ്ണി വന്നുണ്ട്, മോനിറ്റുണ്ണി വരെയെന്ന് പറഞ്ഞിട്ട് അവൻ സ്വന്തമായിട്ട് ഇട്ട് ഇറങ്ങാൻ നിൽക്കും. ഞാൻ പെട്ടെന്ന് ഒറ്റയ്ക്ക് ഹസ്ബൻഡ് ഒപ്പം വരുന്ന സമയത്ത് 2 പേരും കൂടെ എന്നെ കൊണ്ടുവന്നാക്കിയിരുന്നേ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്. ഹസ്ബൻഡിന് ഞാൻ വണ്ടി കംപ്ലൈന്റ് ആയിരുന്ന സമയത്തൊക്കെ അവനെ കൊണ്ടുവരുമായിരുന്നു. അപ്പോ അവനെ എന്നെ കൊണ്ടുവന്നാക്കാൻ വന്നു. പക്ഷെ എനിക്ക് ചിലപ്പോൾ സമയം ഉണ്ടാവില്ല, എന്തെങ്കിലും ബിസി ആയി പോവും. അപ്പൊ അവനെ കൊണ്ടുവരാണ്ട് പോരുന്ന ദിവസം അവൻ ദേഷ്യം പിടിച്ചിരിക്കും. ഞാൻ ചെല്ലണ വരെ ആ കാര്യം മൈൻഡിലിട്ട് പിന്നെ മൈൻഡ് ചെയ്യൂല അവൻ എന്നെ കുറെ നേരത്തേക്ക്. സെപ്പറേഷൻ ആൻസൈറ്റിയുടെ ഫാക്ടറാണ് അമ്മേനെ കാണാതെ ആവുമ്പോ ആൻസൈറ്റി. നമ്മൾ കുട്ടീനെ നഴ്സറിയിൽ കൊണ്ടുവന്നാക്കിയ കാര്യം ഓർമ്മയുണ്ടാവും അല്ലെ? എല്ലാവർക്കും ഓർമ്മയുണ്ടാവല്ലോ. ഫസ്റ്റ് ഡേ നമ്മൾ നഴ്സറി കൊണ്ടുവന്നാക്കിയത് നല്ല കരച്ചിലായിരിക്കും അല്ലെ? നല്ല കരച്ചിലായിരിക്കും അല്ലെ? ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ കരയുന്നത്? അവര് ഫീൽ ചെയ്യുന്നു PDF പോയി കുഴപ്പമില്ല വരെയിരിക്കും. അപ്പൊ അവര് ആ സെപ്പറേഷൻ ആൻസൈറ്റി ഫീൽ ചെയ്യുന്നു. അമ്മയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ കുട്ടിക്ക് ആ ഒരു വിഷമവും കാര്യങ്ങളും വരുന്നത് കൊണ്ടാണ് ആ ഒരു കരച്ചിലും കാര്യങ്ങളും. നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലേ? ഫസ്റ്റ് ഡേ നഴ്സറി കൊണ്ടുവന്നാക്കിയിട്ട് നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്തതും കുട്ടി അവിടെ ഇരിക്കുന്നുണ്ടോ നോക്കുന്നതും ഒക്കെ ഓർമ്മയുണ്ടല്ലേ? അത് എന്തുകൊണ്ടാണ് അവർ അങ്ങനെ കരയുന്നത്? സെപ്പറേഷൻ ആൻസൈറ്റി ആ കാരണമാണ്. കുറച്ച് ദിവസം അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ അവർ ഓക്കെ ആവും അല്ലെ? ആ പുതിയ അറ്റ്മോസ്ഫിയർ ആയിട്ട് അവര് മിങ്കിൾ ആയിക്കോളും. ഓക്കെ, അപ്പോ സെപ്പറേഷൻ ആൻസൈറ്റി കുട്ടികൾക്ക് വരാനായിട്ടും കാരണമാണ്. 1 മിനിറ്റ് ഞാനൊരു PDF ഷെയർ ചെയ്ത് നോക്കട്ടെ. നേരെ തിരിച്ചായിരുന്നു എന്റെ ആണോ? ഓക്കെ, നല്ല കാര്യം. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. എന്റെ മോള് പ്രശ്നമൊക്കെ മാറി കേട്ടോ. ആൾക്ക് പ്രശ്നമൊക്കെ മാറി, ഇപ്പൊ വലിയ കുട്ടിയാണ്. അവളെ നഴ്സറി പോയി ആക്കിയ സമയത്ത് ഒരു 3 ഇയേഴ്സിനുള്ളിൽ തന്നെ ആ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ സെപ്പറേഷൻ ആൻസൈറ്റിയുടെ സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റിയുടെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാ മാസവും അവള് നമ്മളിങ്ങനെ നഴ്സറിയിൽ നിന്ന് ഇത് കിട്ടില്ലേ, അമൃതം പൊടി കിട്ടും. ആള് അമൃതം പൊടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നഴ്സറിൽ എടുക്കുന്നത് പോകും. നഴ്സറിൽ ഒരു ദിവസം ടീച്ചർ ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇരിക്കുന്നുണ്ടോ ചേച്ചിമാരുടെ ഒപ്പം ഇരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അവൾ എന്ത് ചെയ്തു? അവിടെ ഇരുന്നു കഴിഞ്ഞിട്ട് ആ ഹസ്ബൻഡിനോട് പറഞ്ഞു പൊക്കോളാൻ, ഞാനിവിടെ ഇരുന്നോളാന്ന്. ക്ലാസ് കഴിഞ്ഞിട്ടാണ് മാഷ് പോയിട്ട് പിന്നെ അവളെ പിക്ക് ചെയ്തത്. പിന്നെ അവള് രാവിലെ തന്നെ റെഡി, ആ ടീച്ചർ പറഞ്ഞു രാവിലെ തന്നെ റെഡി ആയിട്ട് വന്നോട്ടാ. അപ്പൊ എന്റെ അനിയത്തിയുടെ പഴയൊരു ബാഗ് എടുത്ത് തോളത്തിട്ട് പറയാണ് ഞാൻ പോവാണ്, നഴ്സറിയിലേക്ക് പോവാണെന്ന്. സ്വയമേ പോയി. അങ്ങനെ പോയി അവിടെ ഇരുന്ന ടീമാണ് എന്റെ മോള്. പക്ഷെ മോൻ നല്ല പാടുപെടും. കാരണം എന്താ വെച്ചാൽ അവന് സെപ്പറേഷൻ ആൻസൈറ്റി ആണ് ഇത്തിരി കൂടുതലാണ്. വീട്ടില് ഭയങ്കരമായിട്ട് വലിയൊരാളെ പോലെ ഇങ്ങനെ വിലച്ച് നടക്കുന്ന ടൈമിൽ അവനെ കൊണ്ടുവച്ച് ചേർക്കുന്നത്. അപ്പൊ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അപ്പൊ ഡിഫറൻസ് ഉണ്ട് ഓരോ കുട്ടിയുടെയും. അതില് സെപ്പറേഷൻ ആൻസൈറ്റീസ് വ്യത്യാസമായിരിക്കും. അമ്മയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ കുട്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ടൈപ്പ് ഓഫ് ആൻസൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെപ്പറേഷൻ ആൻസൈറ്റി എന്ന് പറയുന്നത്. അപ്പോ എല്ലാ കുട്ടികൾക്കും ഉണ്ടാവണമെന്നില്ല, എന്നാലും കുറച്ച് പേർക്കെങ്കിലും ഉണ്ടാവും. പിന്നെ നേഴ്സറിയുടെ കാര്യം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. അതേപോലെ തന്നെ നമ്മളിപ്പോ ഡെലിവറി ഒക്കെ കഴിഞ്ഞ സമയത്താണെങ്കിൽ അല്ലെങ്കിൽ കുറച്ചൊരു 3 months ഒക്കെ ഉള്ള ബേബീസിന് ചിലപ്പോൾ നമ്മുടെ അമ്മയുടെ അടുത്ത് കൊടുത്തിട്ട് നമ്മൾ മാറുമല്ലേ? ചിലപ്പോൾ നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് മാറുന്ന സമയത്ത് നമ്മുടെ അടുത്ത് നല്ല ചിരിച്ച് കളിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മൾ കുട്ടീനെ കൊടുക്കുന്നത്. പക്ഷെ നമ്മളിപ്പോ എന്തെങ്കിലും കാര്യത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ അവൻ കരയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. കാരണം അവന്റെ കണ്ണു മുമ്പിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അവിടെ അവനത് എക്സിസ്റ്റൻസ് അവന് ഫീൽ ചെയ്യുന്നില്ല. നമ്മുടെ എക്സിസ്റ്റൻസ് അവന് ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ അവന് ഭയങ്കരമായിട്ട് എന്ത് വരും? വിഷമവും കാര്യങ്ങളും വരും. ആ ഒരു ആൻസൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെപ്പറേഷൻ ആൻസൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന 2 types ഓഫ് ആൻസൈറ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് വൺ ഈസ് സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി, സെക്കൻഡ് വൺ ഈസ് സെപ്പറേഷൻ ആൻസൈറ്റി ആണ്.
നമുക്കൊന്ന് റീഡ് ചെയ്യാം. രണ്ടും മീനിങ് മനസ്സിലായോ? എന്താണ് സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി, എന്താണ് സെപ്പറേഷൻ ആൻസൈറ്റി എന്ന് നോക്കാട്ടെ. ഞാൻ ആദ്യം മുതൽ റീഡ് ചെയ്യാവേ. The emotional tie between infant and mother is a crucial critical factor in the social and emotional development of the growing child. ഒരു ഗ്രോയിങ് ചൈൽഡിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ അല്ലെങ്കിൽ ഇമോഷണൽ ടൈ ആർക്കൊക്കെ തമ്മിലാണ്? ഇൻഫന്റിനും അമ്മയും മദറിനുമാണ്. ചിൽഡ്രൻ എക്സിബിറ്റ് സൈൻ ഓഫ് ഫിയർ, ആൻസൈറ്റി. കുട്ടികളെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആൻസൈറ്റീസ്, ഫിയർ കാണിക്കാറുണ്ട്. ഇൻ പ്രസൻസ് ഓഫ് എ സ്ട്രേഞ്ച് പേഴ്സൺസിന്റെ പ്രസൻസിൽ. ആൻഡ് ദ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ ഓഫ് ദ ചിൽഡ്രൻ ഈസ് ടു സീക്കിംഗ് ദ സെക്യൂരിറ്റി ഓഫ് ദർ മദർ. ഇപ്പൊ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ അവരെന്ത് ചെയ്യും? അവർ ഓടി വന്ന അമ്മയുടെ അടുത്ത് അല്ലെങ്കിൽ അമ്മയുടെ ഡ്രസ് അമ്മയുടെ ബാക്കിൽ മറഞ്ഞു നിൽക്കും അല്ലെ. വീട്ടിലേക്കൊക്കെ വിരുന്നാല് വരുമ്പോ ഓടി വന്ന് അമ്മയുടെ അടുത്ത് വന്ന് നിൽക്കും, സീക്ക് ചെയ്യും. ആ ഒരു സേഫ് സോണിലേക്ക് മാറും. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ദിസ് ഈസ് കോൾഡ് സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി. ഈ ഒരു ആൻസൈറ്റി, ഈ ഒരു ഫിയറിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി. ഇനി കുട്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ആൻസൈറ്റി ആണ് എന്ത്? സെപ്പറേഷൻ ആൻസൈറ്റി. ദർ ഈസ് അനദർ സോഴ്സ് ഓഫ് ആൻസൈറ്റി comes which is known as separation anxiety. Children will cry and feel upset when they do not find their mother. അമ്മേനെ കാണാതെ ആവുമ്പോ കുട്ടി കരയും, അവർ അപ്സെറ്റ് ആയിരിക്കും, സംസാരിക്കില്ല, ചിലപ്പോൾ തമ്പ് സക്കിയും. ഇതൊക്കെ എന്താണ്? ഈ ഒരു ആൻസൈറ്റി, സെപ്പറേഷൻ ആൻസൈറ്റിയുടെ ഭാഗമാണ്. പ്രീ സ്കൂളേഴ്സ് കണ്ടിന്യൂ ടു റിലേ ഓൺ ദെയർ മദേഴ്സ് ഓർ കെയർ ഗിവേഴ്സ്. എപ്പോഴും പ്രീ സ്കൂൾ കുട്ടികള് കൂടുതലായിട്ട് ടൈമും അവരുടെ അമ്മയുടെ അടുത്ത് അല്ലെങ്കിൽ കെയർ ഗിവേഴ്സിന്റെ അടുത്ത് എപ്പോഴും അപ്രൂവലും അറ്റൻഷനും വേണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. 3 to 6 yearsലെ കുട്ടികൾ എപ്പോഴും നമ്മളുടെ അമ്മയുടെ ഒരു കെയറും കാര്യങ്ങളൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയമാണ്. They exhibit their dependency by sticking to the person and crying when left with someone. അപ്പൊ നമ്മളൊപ്പം നിന്ന് അല്ലെങ്കിൽ നമ്മളിപ്പോ മാറിക്കഴിയുമ്പോൾ അവര് നമ്മള് മാറിക്കഴിയുമ്പോഴേക്കും ഭയങ്കര കരച്ചിലൊക്കെ വരാനുള്ള കാരണം എന്താണ്? അവർക്ക് ആ ഒരു ഫീലിംഗ് വന്നു, സെപ്പറേഷൻ ആൻസൈറ്റി ഫീൽ ചെയ്തതുകൊണ്ടാണ്. This dependency behavior gradually decrease as children grow older. കുട്ടികൾ വലുതാവുന്നതിനനുസരിച്ച് ഈ ഡിപ്പെൻഡൻസി ബിഹേവിയർ പിന്നീട് എന്ത് ചെയ്ത് മാറിക്കോളൂടെ ഗ്രാജുവലി കുറഞ്ഞു വരും. ഈ ഡിപ്പെൻഡൻസി ബിഹേവിയർ കുട്ടികളിൽ കുറഞ്ഞു വരും. കുറച്ച് കൊണ്ടുവരേണ്ട കാര്യവുമുണ്ട്. നമ്മളെപ്പോഴും നമുക്ക് അമ്മ കുട്ടിയും അത്രയും കെയറും കാര്യങ്ങളൊക്കെ ഓവറായിട്ട് കൊടുക്കണ്ട കേട്ടോ. ഓവർ അറ്റാച്ച്മെന്റ് ഒരു പ്രോബ്ലം ആണ്. അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും കേട്ടോ. ഓവർ അറ്റാച്ച്മെന്റ് എങ്ങനെയാണ് കുട്ടികളെ ദോഷകരമായിട്ട് അഫക്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. ഈ കുട്ടികൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഫിയറുകൾ പറയാം. ലൗഡ് നോയ്സ് ഒരു പേടിയാണ്. എന്റെ മോക്ക് എന്താണ്, നമ്മളിങ്ങനെ ഫെസ്റ്റിവൽസിനൊക്കെ പോകുമ്പോൾ അവിടെ സ്പീക്കറിന്റെ സൗണ്ട് ഉണ്ടാവില്ലേ, ഭയങ്കര സൗണ്ട് ആണെങ്കിൽ ആൾക്ക് പറ്റൂല, കരച്ചിലായിരിക്കും, ഭയങ്കര കരച്ചിലായിരിക്കും. ആൾക്ക് അവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല. പിന്നെ ഡാർക്ക്നെസ് അത്ര പേടിയൊന്നും ഉള്ള ആളല്ല, ഇരുട്ടത്താണെങ്കിൽ നടന്നോളൂ, കുഴപ്പമൊന്നുമില്ല, ഇരുട്ടുള്ളൊന്നും പേടിയില്ല. ചില കുട്ടികൾക്ക് ഭയങ്കര പേടിയായിരിക്കുമല്ലോ ഇരുട്ടിനെ. പിന്നെ ചില അനിമൽസിനെ പേടിയായിരിക്കും. എനിക്ക് പേടിയുള്ള അനിമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നേക്കിനെ എനിക്ക് പേടിയാണ്. നിനക്കോ? ബാക്കി അനിമൽസ് ഒന്നും കുഴപ്പമില്ലെന്ന് തോന്നുന്നുണ്ട്. സ്നേക്കിനെ പേടിയല്ല, ഇഷ്ടമല്ല. സ്നേക്കിനെ ഇഷ്ടമല്ല, പേടിയല്ല. ദൂരെന്ന് കാണും. എന്നാലും ടിവിയിൽ പോലും എനിക്ക് ഇങ്ങനെ കാണുമ്പോ നേരത്തെ ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. ഇപ്പൊ മാറിയിട്ടുണ്ട് കേട്ടോ മിസ്സേ. നേരത്തെ കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. പാമ്പിന്റെ സീരിയലിന്റെ ഒക്കെ പടമൊക്കെ സീരിയലിലൊക്കെ ഇങ്ങനെ കാണിക്കില്ല പാമ്പിന്റെ, അപ്പൊ ഞാൻ വെക്കത്തില്ല, എനിക്കിഷ്ടമല്ലാത്തോണ്ട്. ഇവിടെ ആർക്കാണ് റാറ്റിനെ പേടി? റാറ്റിനെ പേടിയുണ്ട്. ലിസാർഡിനെ പേടിക്കാൻ ലിസാറിനെ പേടില്ല, അല്ലെ എനിക്ക് പ്രശ്നമില്ല. പിന്നെ ഏതാണ്? എനിക്കിപ്പോ ഏറ്റവും പേടി പട്ടീനെ മിസ്സേ. പട്ടി കടിച്ച എല്ലാവർക്കും പ്രശ്നങ്ങളാണ്. റോട്ടിലിറങ്ങാൻ വയ്യ, പട്ടീന് ഇപ്പൊ ഭയങ്കര പേടിയാ. അത് കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മള് വീട്ടിലുള്ളതാണെങ്കിലും ഭയങ്കര പേടിയാണ് ഇപ്പൊ, വല്ലതും വരുമോന്ന് പറഞ്ഞിട്ട്. ഹാബിസിന്റെ നമ്മള് പട്ടി കടിയെ
കുട്ടീനെ കടിച്ചു കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ എടുക്കാൻ പോലും ഇപ്പൊ എനിക്ക് പേടിയാ. ഇഞ്ചക്ഷന്റെ കാര്യത്തിൽ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ന്യൂസിൽ വായിച്ചതാണോ അല്ലേ? നേരത്തെ ഒക്കെ ഈ പ്രശ്നം ഉണ്ടായെന്ന് എനിക്കറിയില്ല. അപ്പോഴൊന്നും ഇഞ്ചക്ഷൻ പോലും എടുക്കാറില്ല. പക്ഷെ ഇപ്പൊ എന്താ പറയണ, പട്ടികള് എന്തെങ്കിലും കൊണ്ടുകഴിഞ്ഞാൽ പിള്ളേർക്കും എല്ലാം വരും നമുക്ക് പേടിയാ. നമ്മള് കളിച്ചിരുന്നു, പക്ഷെ നമ്മൾ ആ ഫ്രീഡം മക്കൾക്ക് കൊടുക്കണില്ല ഇപ്പൊ. പൂച്ചയെടുത്താണെങ്കിലും പട്ടിയെടുത്താണെങ്കിലും ഇപ്പൊ പറ്റൊന്നുമില്ല. അതിനു മുമ്പ് ഉണ്ടായിരുന്നു എനിക്ക്. കൊച്ചുങ്ങളായ പിന്നെ എല്ലാത്തിനും ഒഴിവാക്കി. ഓക്കേടാ. ഇഞ്ചക്ഷൻ പേടിയാ, എനിക്ക് പേടിയാണ്. ഇഞ്ചക്ഷൻ പേടിയാണ്, ഭയങ്കര പേടിയാണ്. അതെന്ന് വെച്ചാൽ കരയും. വലിയ കുട്ടികൾ നോക്കണമെന്ന് വേണ്ട. ഞാൻ കരയും. കാരണം ഉറപ്പാണ്. ഒരു പ്രാവശ്യം ഇതേപോലെ വയ്യാണ്ടായിട്ട് കല്യാണം കഴിഞ്ഞ ഇടയ്ക്കാണ്. അപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ അവിടെ സിസ്റ്റർമാരോട് കാല് പിടിച്ചു പറഞ്ഞു എന്നെ കുത്തിയൊക്കെ എന്ന്. അത് ഹസ്ബൻഡ് കേൾക്കുകയും ചെയ്തു. എന്നിട്ട് ഭയങ്കര കളിയാക്കലായിരുന്നു ഞാൻ. ഇഞ്ചക്ഷൻ പേടിയായിട്ട്. ഞാൻ കരഞ്ഞ ദിവസം അങ്ങനെയല്ല, കരച്ചിൽ നേരത്തെ വന്നു. അപ്പൊ അത് ആ സൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് കളിയാക്കുമായിരുന്നു. ഇഞ്ചക്ഷൻ എനിക്ക് പേടിയാണ്. കോക്രോച്ച് എനിക്ക് പേടിയാണ്. പാറ്റ ഭയങ്കര പേടിയാണ്. എന്താ പേടി? എനിക്ക് കുത്തണ പേടിയില്ല, പക്ഷെ കുത്താൻ പോണ കാണുമ്പോ പേടി. അതുകൊണ്ട് ഞാൻ തിരിഞ്ഞിക്കും. എനിക്ക് പേടി. പിള്ളേർ ആരെ കുത്തണ കണ്ടാലും എനിക്ക് പേടിയാ. മറ്റേ നമ്മുടെ അനസ്തേഷ്യ ഇല്ലേ മാം, ഡെലിവറിക്ക് മുന്നേ ഉള്ളത്, അത് ഭയങ്കര പേടിയാ. ഈ ഇഞ്ചക്ഷൻ പേടിയുള്ള ഞാൻ 2 ഡെലിവറിക്കും അനസ്തേഷ്യ എടുത്തത്. കാരണം ആദ്യം ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ ഭയങ്കര പേടിയാ. തീറ്റിയാ എന്തായാലും ഇഞ്ചക്ഷൻ ഒക്കെ ഭയങ്കര പേടിയാ. പക്ഷെ അനസ്തേഷ്യ എടുത്ത് എനിക്ക് ഞാൻ എന്താ പറയാ ഭയങ്കര ധൈര്യം സംഭരിച്ച്, എന്താ പറയാ ഭയങ്കര കോൺഫിഡൻസും കാര്യങ്ങളോട് കൂടി അനസ്തേഷ്യ എടുത്തു. കാരണം അനസ്തേഷ്യയിൽ എന്തെങ്കിലും ചെറിയ റോങ്ങോ മിസ്റ്റേക്കോ പറ്റിക്കഴിഞ്ഞാൽ മേ ബി ഡിഫിക്കൽട്ടീസ് വരുന്നത് പെർമനന്റ് ആയിരിക്കും എന്നൊക്കെയുള്ള അറിവുള്ളതുകൊണ്ട് അനസ്തേഷ്യയുടെ കാര്യത്തിൽ മാത്രം അത് ഡോക്ടർ പറഞ്ഞു. ആദ്യത്തേല് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡെലിവറിയിൽ. അപ്പൊ എന്തായാലും നമുക്ക് നോർമൽ നോക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. എന്റെ ടൈം എന്താ പറയാ ടൈം ഉണ്ടായിരുന്നില്ല. നോർമലിന് നോക്കാൻ പറ്റൂലായിരുന്നു. അപ്പൊ അതുകൊണ്ട് മാം എന്റെ 12th ക്ലാസ് വരെ ഞാൻ ഇഞ്ചക്ഷൻ കുത്താൻ പോകുമ്പോൾ ഇഞ്ചക്ഷൻ ഈ അടുത്ത് നമ്മൾ സ്കിന്നിന്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ തന്നെ ഞാനങ്ങ് ചിരിക്കാൻ തുടങ്ങുമായിരുന്നു. അത് എന്താ പേടി കൂടിയിട്ട് ചിരിക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ എന്താ ആ സിസ്റ്റർമാർ, എന്റെ അമ്മ സ്വന്തമായിട്ട് നേഴ്സ് ആയിട്ടും ഞാനങ്ങ് കകകകാന്നങ്ങ് ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സിസ്റ്റർമാർ പറഞ്ഞ മോളെ നീ ചിരിക്കാതിരിക്കും. എനിക്ക് അങ്ങോട്ട് കാണാനും പറ്റുന്നില്ല. എനിക്കങ്ങ് ഇക്കിളി എടുത്ത് മീൻസ് ആരാണ്ട് ഇങ്ങനെ നമ്മൾ ഇക്കിളി ചെയ്യത്തില്ലേ വരണ അതുപോലെ അങ്ങ് ചിരിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് പിടിച്ചിട്ട് എന്നെ ഇഞ്ചക്ഷൻ കുത്തി കഴിയുമ്പോൾ ഞാൻ മയങ്ങും വീഴും. പക്ഷെ ഇപ്പൊ അത് അങ്ങനൊന്നുമില്ല. ഇപ്പൊ ഓക്കെ ആയി. ഇപ്പൊ ഒത്തിരി ഇഞ്ചക്ഷൻ കിട്ടി ഇപ്പൊ അങ്ങ് ശീലമായി പോയി. എനിക്ക് ഇഞ്ചക്ഷൻ പേടിയാണ്. കരയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ അനിമൽസിനെ കാണുമ്പോ പേടി. പിന്നെ സ്ട്രേഞ്ച് ആയിട്ടുള്ള പേഴ്സൺസ്, പ്ലേസ്, ഒബ്ജക്റ്റ്. എനിക്ക് ഹൈറ്റ് പേടിയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടോ അറിഞ്ഞൂടാട്ടോ. എനിക്ക് പേടിയുള്ള കാര്യമാണ് ഹൈറ്റ്. ഭയങ്കര പേടിയാണ്. ഭയങ്കര പേടിയെന്ന് വെച്ചാല് ചെറുപ്പത്തില് മുതല് ഹൈറ്റ് പേടിയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ഹൈറ്റ് എന്നുള്ള ഭയം മാറിയിട്ടുണ്ടെന്ന്, പേടി മാറിയിരുന്നു. പക്ഷെ ഇപ്പൊ മനസ്സിലാക്കി ഹൈറ്റ് എന്ന് പറയുന്ന പേടി അങ്ങനെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. കുട്ടികളുടെ ചെറുപ്പത്തിൽ നമ്മൾ പാരന്റ്സ് ഇൻജെക്ട് ചെയ്യുന്ന ഓരോ ഭയങ്ങളാണ് കുട്ടികൾക്ക് പിന്നീട് ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ചിൽഡ്രൻസ് ക്രൈ അറ്റ് വൺ മൊമെന്റ് ആൻഡ് നെക്സ്റ്റ് ദേ ബിക്കം ഹാപ്പി. കുട്ടികൾ ഇരുന്ന് കരയായിരിക്കും. ജസ്റ്റ് എന്തെങ്കിലും ടോയ്സോ കാര്യങ്ങളോ കൊടുത്തു കഴിയുമ്പോൾ അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണാറുണ്ടോ? Their emotions are transient and intense. It is voluntary to change ചെയ്തുകൊണ്ടിരിക്കും. ഇന്റൻസ് ആയിരിക്കും, പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. ചിൽഡ്രൻസ് വേരി ഇൻ ദർ ഇമോഷൻസ്. അവരുടെ ഇമോഷൻസിന് മാറ്റങ്ങൾ ഉണ്ടാവും. This variation depends on the state of their physical health, physical, social, emotional environment at home. കുട്ടിയുടെ ഫിസിക്കൽ ഹെൽത്തും ആ കുട്ടി വളർന്നു വരുന്ന സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ്, അതിന്റെ വീട്ടിലെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ് അനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും അവരിൽ കാണുന്ന ഇമോഷൻസ്. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത് നോക്കോ മൊത്തം ഇമോഷണൽ ഡെവലപ്മെന്റ് മുതല്. പറഞ്ഞോടാ. ഒരു ഡൗട്ട്. അതെ, സെക്കൻഡ് പോയിന്റ് നമ്മുടെ മുകളിലത്തെ സെക്കൻഡ് പോയിന്റ് വായിച്ചപ്പോഴേ ഇമോഷൻസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ റിലേഷൻ ടു കോൺക്രീറ്റ് ഒബ്ജക്റ്റ് എന്നാണോ കോൺസെൻട്രേറ്റ് എന്നാണോ? മിസ് കോൺസെൻട്രേറ്റ് ഒബ്ജക്ട്സ് എന്നാ വായിച്ചേ. കോൺക്രീറ്റ്.
നേരത്തെ കേട്ടത് കോൺസെൻട്രേറ്റ് എന്നാണ് അത്. ഞാൻ ചിലപ്പില്ലേ എനിക്ക് ആ സമയത്ത് PDF കാണുന്നുണ്ടായിരുന്നില്ല. ആ ചോദിച്ചില്ല. അപ്പൊ എനിക്ക് PDF കാണുന്നുണ്ട്. ഞാൻ ഏകദേശം ഒരു ധാരണ വെച്ചിട്ട് വായിച്ചിട്ടുണ്ട്. ആ സമയത്ത് PDF എന്തോ പറ്റിയിട്ടായിരുന്നു. എനിക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നിങ്ങളോട് വെച്ചിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. കോൺക്രീറ്റ് ട്ടാ. വായിച്ചു നോക്കിയോ? ഇനി ഇമോഷണൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു ലാസ്റ്റ് അല്ലേ. എന്താണ്? ഫിസിക്കൽ ഹെൽത്ത് പറഞ്ഞു, സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ്. ഒരു കുട്ടിയുടെ ഫിസിക്കൽ ഹെൽത്തും അതേപോലെ തന്നെ അവൻ വളർന്നു വരുന്ന സോഷ്യൽ ആൻഡ്
ഇമോഷണൽ എൻവയോൺമെന്റും ആ കുട്ടീനെ എന്ത് ചെയ്യുന്നുണ്ട്, അവന്റെ ഇമോഷണൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണ് ആദ്യം നമ്മൾ പറയുന്നത് കേട്ടോ. ഒരു കുട്ടിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക. ഒരു വ്യക്തി നല്ല ഹെൽത്തി, നല്ല ആക്റ്റീവ് ഒക്കെ ആയിട്ടാണെങ്കിൽ അവന്റെ ഇമോഷണൽ ഡെവലപ്മെന്റും പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. എന്ത് ഇമോഷണൽ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ. പക്ഷേ സപ്പോസ് കുട്ടി ഹെൽത്തി അല്ല എന്ന് വിചാരിക്കുക. സപ്പോസ് ഹെൽത്ത് കുറവാണ് അല്ലെങ്കിൽ വീക്ക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും? അത്യാവശ്യം വീക്ക് ആയിരിക്കും അല്ലെ. ഓക്കെ, അപ്പൊ ഇമോഷണൽ ഡെവലപ്മെന്റും ഹെൽത്തും തമ്മിൽ എന്തുണ്ട്? ഒരു ബന്ധമുണ്ട്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെന്റ് ഓക്കെ ആയിരിക്കും. അതേപോലെ ഹെൽത്ത് പുവർ ആണെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെന്റ് പുവർ ആയിരിക്കും. കാരണം ഇപ്പൊ എന്തെങ്കിലും അസുഖങ്ങളോ വയ്യാഴിയൊക്കെ ഉണ്ടെങ്കിൽ കുട്ടിയുടെ ഇമോഷണലി ആ കുട്ടീനെ അത് വീക്ക് ആക്കും അല്ലെ. എന്നുവെച്ചാൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ ഡിഫിക്കൽട്ടീസ്, അതന്നെയാണ് ഡിസബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടീനെ കുറച്ചും കൂടി അത് ഉൾവലിക്കും. ഉൾവലിഞ്ഞ ഒരു പ്രകൃതമായിരിക്കും ആ കുട്ടിയിൽ കാണുന്നത്. നിങ്ങൾ ഫിസിക്കൽ ഡിസബിലിറ്റീസ് എന്ന് പറയുന്ന പോർഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ ചൈൽഡ്, നമ്മള് 8th യൂണിറ്റില്. അപ്പൊ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇമോഷണൽ ഡെവലപ്മെന്റ് കുറച്ച് വീക്ക് ആയിരിക്കും. അതേപോലെ അവര് ഹിയറിംഗ് ഇമ്പയർമെന്റിന്റെ കാര്യം പറഞ്ഞല്ലേ, ഹിയറിംഗ് ഇമ്പയർമെന്റിന്റെ കാര്യത്തിൽ അവർക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവര് ഇമോഷണലി വളരെ വീക്ക് ആയിരിക്കും. നമുക്കൊരു കാര്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് തുറന്നു പറയാനായിട്ട് പറ്റണം അല്ലെ. നമുക്ക് നല്ല സൗണ്ടിൽ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റണം. അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിൽ നമ്മൾക്ക് അതൊരു ഭയങ്കരമായിട്ട് നമ്മളത് ബാഡ്ലി അഫക്ട് ചെയ്യും. നമ്മൾ പറയുന്ന കാര്യത്തിൽ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ഓരോരുത്തർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലെങ്കിൽ അത്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കാര്യം നിങ്ങളോട് പറയാൻ വന്നിട്ട് വേണ്ട എന്ന് വിചാരിച്ച് പറയാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് വിഷമാവും. നമുക്ക് എന്താ പറയാ, നമുക്ക് അത്യാവശ്യം ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉള്ള കേസ്, ഫ്രണ്ട്സിന്റെ ഒക്കെ കേസാണെന്ന് വിചാരിക്കും. ഞാൻ മഞ്ജുവിനോട് കാര്യം പറയാൻ വേണ്ടി, ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം പറയാൻ വേണ്ടി വന്നിട്ട് അല്ലെങ്കിൽ മഞ്ജുവിന്റെ ഒരു കാര്യം ഞാൻ ഹൈഡ് ഒക്കെ ചെയ്യുമ്പോൾ അത് നിങ്ങളെ ഇമോഷണലി അത് എഫക്ട് ചെയ്യും. അപ്പോ നമ്മുടെ ഹെൽത്തും ഇമോഷണൽ ഡെവലപ്മെന്റും തമ്മിൽ റിലേഷൻ ഉണ്ട്. ഒരു പോസിറ്റീവ് റിലേഷൻ ആണ്. ഹെൽത്ത് പോസിറ്റീവ് ആണെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെന്റും പോസിറ്റീവ് ആയിരിക്കും. ഹെൽത്ത് വീക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ സഫറിങ് ഫ്രം എനി ഇൽനെസ്, അസുഖങ്ങളോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റും എങ്ങനെയായിരിക്കും? പുവർ ആയിരിക്കും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം കേട്ടോ. ഞാൻ എപ്പോഴും ചൈൽഡ് കെയർ എടുക്കുമ്പോൾ പറയാറുള്ളൊരു കാര്യമാണ്, ഒരു എക്സാമ്പിൾ ആണ്. പക്ഷെ ഞാൻ ഈ പ്രാവശ്യം നിങ്ങൾക്ക് ചൈൽഡ് കെയർ എടുത്തത്, ചൈൽഡ് വെൽഫെയർ എടുത്തത് നിലു മിസ് അല്ലേ. അപ്പോ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ്. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു കഥയാണ്. കാരണം ആള് 8th ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് വരുന്നത്, 8ാം ക്ലാസ്സിലാണ്. അപ്പൊ സാധാരണ 8ാം ക്ലാസ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ അവിടെയാണ് ഹൈസ്കൂൾ ഉള്ളത്. UP ഹൈസ്കൂൾ, LP ഹൈസ്കൂളൊക്കെ ഉള്ള ഒരു സ്കൂളാണ് ഞാൻ പഠിച്ചത്. ഹയർ സെക്കൻഡറിയും ഉണ്ട്, +1 +2 ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സ്കൂളുകളിലേക്ക് 8ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴേക്കും കൂടുതൽ കുട്ടികൾ പുറത്തുനിന്ന് അഡ്മിഷൻ ആയിട്ട് വരും. അപ്പൊ 7th വരെയും അവർ വേറെ ഏതെങ്കിലും സ്കൂളിൽ പഠിച്ചിട്ട് അവിടെ 8th ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ സ്കൂളിലേക്ക് വരാറുണ്ട്. അങ്ങനെ ഒരു കുട്ടി വരുന്നു എന്ന് ഞങ്ങളുടെ ടീച്ചർ വന്ന് പറഞ്ഞു. ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ആയിരുന്നു, സംഗീത ടീച്ചർ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, നമ്മുടെ ക്ലാസ്സിലേക്ക് ഇങ്ങനെ ഒരു കുട്ടി വരുന്നുണ്ട്. ആ കുട്ടി വരുമ്പോൾ നിങ്ങൾ ആ കുട്ടീനോട് എന്ത് ചെയ്യാൻ പാടില്ല, കളിയാക്കാനൊന്നും പാടില്ല, നല്ല രീതിയിൽ പെരുമാറണം എന്നൊക്കെ പറഞ്ഞു കേട്ടാ. അപ്പൊ കുറെ കുട്ടികൾ വന്നിട്ടുണ്ട്, ഓൾറെഡി കുറെ കുട്ടികൾ വന്ന് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് മിസ് ഇങ്ങനെ വന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങൾ എല്ലാവരും വിചാരിച്ചു നോർമൽ അല്ലേ, ഒരു കുട്ടിയല്ലേ ക്ലാസ്സിലേക്ക് വരുന്നത് എന്ന് വിചാരിച്ചു. അപ്പൊ മിസ് പറഞ്ഞൊരു കാര്യമുണ്ട്. മിസ് കാര്യം പറഞ്ഞു, ആള് ഇതേപോലെ കഴിഞ്ഞ വർഷം 8ാം ക്ലാസ്സിൽ വേറൊരു സ്കൂളിൽ ജോയിൻ ചെയ്യാനായിട്ട് പോയി. അവിടുത്തെ കുട്ടികളെല്ലാവരും അവളെ ഭയങ്കരമായിട്ട് ബുള്ളി ചെയ്തു. പക്ഷെ ഭയങ്കരമായിട്ട് കളിയാക്കിയും അതല്ലെങ്കിൽ ഇങ്ങനെ കളിയാക്കിയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ അവൾക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞപ്പോ ആള് പഠിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ്, പഠിത്തം നിർത്തി എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നു. എന്നിട്ടാണ് അവൾ എന്ത് ചെയ്യുന്നത്, ഇപ്പൊ ഈ പ്രാവശ്യം ഞങ്ങൾ ഇവിടുന്ന് ടീച്ചേഴ്സ് എല്ലാവരും പോയി അവളുടെ അമ്മയും അത്രയും നിർബന്ധിച്ചിട്ടാണ് ഇവിടേക്ക് നമ്മൾ ക്ലാസ്സിലേക്ക് കൊണ്ടുവരുന്നത്. നിങ്ങൾ ആരും അവളെ എന്ത് ചെയ്യാൻ പാടില്ല, വഴക്കൊന്നും കളിയാക്കാൻ പാടില്ല,
തമാശ ഒന്നും കാണിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നല്ല രീതിയിൽ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മിസ് കാര്യം പറഞ്ഞു, പിന്നെ വാൺ ചെയ്തു. എന്താണെന്നൊന്നും പറഞ്ഞില്ല കേട്ടാ. പെട്ടെന്നായിരുന്നു 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങളുടെ ക്ലാസ് റൂം എന്ന് വെച്ചാൽ ഒരു 5 സ്റ്റെപ്പ് കയറിയിട്ട് വേണം ക്ലാസ് റൂമിലേക്ക് എന്ത് ചെയ്യാനായിട്ട്, എൻ്റർ ചെയ്യാനായിട്ട്. അപ്പൊ ഞങ്ങളുടെ ആ ഒരു സ്റ്റെപ്പിന്റെ തൊട്ടിപ്പുറത്തായിട്ടുള്ള സ്റ്റെപ്സ് ഒക്കെ പൊളിച്ചിട്ട് ഒരു സ്ലോപ്പ് പോലെ അവർ എന്ത് ചെയ്തു, ബിൽഡ് ചെയ്തു. സ്ലോപ്പ് പോലെ ഇങ്ങനെ, സ്റ്റെപ്സ് അല്ലാടാ, സ്ലോപ്പ് പോലെ നമുക്ക് ഹോസ്പിറ്റലൊക്കെ കാണാറില്ലേ സ്ലോപ്പുകൾ, അതേപോലെ ബിൽഡ് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പി ടി എന്ന് ഫണ്ടൊക്കെ എടുത്താണ് അങ്ങനെ ചെയ്തത്. അപ്പൊ അറിഞ്ഞൂടാ, അച്ഛൻ പി ടി എ പ്രസിഡന്റ് ആയതുകൊണ്ട് ഞാൻ അറിഞ്ഞു ഇങ്ങനെ പി ടി എന്ന് ഫണ്ട് എടുത്തിട്ട് ഇങ്ങനെ ഇത് ചെയ്യുകയാണെന്ന് മനസ്സിലായി. അപ്പോ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് അവള് ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് വരുന്നത്. അവളെ അവളുടെ അമ്മയാണ് കൊണ്ടുവരുന്നത്. ഓട്ടോ വന്ന് അതിൽ നിന്നു അമ്മയാണ് ആദ്യം ഇറങ്ങുന്നത്. അമ്മ ആദ്യം ഇറങ്ങി ഓട്ടോന്റെ ബാക്കിൽ വീൽ ചെയർ ഉണ്ടായിരുന്നു. വീൽ ചെയർ എടുത്ത് പുറത്ത് വെച്ചു. ആളെ അമ്മ എടുത്ത് എന്ത് ചെയ്തു, ആ വീൽ ചെയറിൽ എടുത്ത് ഇരുത്തി ഉന്തി ക്ലാസ്സിലേക്ക് കൊണ്ടുവന്ന് ആക്കുകയാണ് ചെയ്തത്. ഫ്രണ്ട് സീറ്റിൽ തന്നെ, ഫ്രണ്ട് ബെഞ്ചിൽ തന്നെ ആ ഒരു അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും, ബെഞ്ച് കുറച്ചും കൂടി നീക്കിയിട്ട് അവൾ ആ ഒരു ഡെസ്കിന്റെ അടുത്ത് തന്നെ വന്നിരുന്നു കേട്ടോ. ആദ്യമൊക്കെ ഞങ്ങൾക്ക് പേടിയായിരുന്നു കേട്ടോ പോവാനായിട്ട്. അവളെങ്ങനെ പെരുമാറും, അല്ലെങ്കിൽ അവള് ഇപ്പൊ മിസ് തന്നെ ഓൾറെഡി വാൺ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് പോകാനൊക്കെ പേടിയായിരുന്നു. പിന്നെ ഞങ്ങൾ കൂട്ടുകൂടിയിട്ടാ. ഞങ്ങൾ എല്ലാവരും അവളായിട്ട് നല്ല കമ്പനി ആയിരുന്നു. അല്ല, അവള് ഫ്രീ ടൈം ആണെങ്കിൽ ഞങ്ങൾ കളിക്കാനൊക്കെ പോകുന്ന സമയത്ത് അവളെ കൊണ്ടുപോയി ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരു ബ്രാഞ്ച് ഞങ്ങളുടെ സ്കൂളിലുണ്ടായിരുന്നു, അവിടെ ആക്കും. അപ്പോ അവിടെ അവള് കുറെ നേരം സ്പെൻഡ് ചെയ്യും. അല്ലെങ്കിൽ ഞങ്ങൾ കളിക്കുന്ന സമയത്ത് വരാന്തയിൽ ഉണ്ടാവും ആള്, അമ്മയും ഉണ്ടാവും. എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും സാക്രിഫൈസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് അവളുടെ അമ്മയാണ്. കാരണം അവൾക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ, ഫിസിക്കലി മുട്ടിന് കീഴ്പോട്ട് തളർന്നിരിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവളുടെ അച്ഛൻ അമ്മേനെയും ആ കുട്ടീനെയും ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത്. പക്ഷേ അവളുടെ അമ്മയുടെ ഡെഡിക്കേഷൻ ഭയങ്കര കൂടുതലായിരുന്നു. കാരണം എന്റെ മോള് പഠിക്കണം, എന്റെ മോള് നല്ലൊരു നിലയിൽ എത്താൻ പറ്റും എന്നൊക്കെ ഭയങ്കര ഡെഡിക്കേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ 10th അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു ആൾക്ക്. എന്നുവെച്ചാല് നല്ല മാർക്കിലുള്ള ആള് സ്കോർ ഒക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് കോണ്ടാക്ട് ഒന്നും ഉണ്ടായിട്ടില്ല. ലാസ്റ്റ് ഇയർ ഞങ്ങൾക്ക് റീയൂണിയൻ ഉണ്ടായിരുന്നു. അപ്പൊ റീയൂണിയന്റെ ഭാഗമായിട്ടാണ് പിന്നെ ഞാൻ കാണുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അവളെ കാണുന്നത്. ഒരു 30-40 ഇയേഴ്സിന് പിന്നെ കണ്ടിട്ടേ ഇല്ല. അവളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ആർക്കും ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാരണം അവൾ കുറച്ച് ദൂരത്തു നിന്നായിരുന്നു വന്നിരുന്നത്. എന്നുവെച്ചാല് ഞങ്ങളുടെ സ്കൂളിന്റെ അടുത്തല്ലായിരുന്നു ആളുടെ വീട്, കുറച്ച് ദൂരെയായിരുന്നു. അവിടെ നിന്നായിരുന്നു ഓട്ടോന് വന്നിരുന്നത്. അപ്പോ അതിന്റെ ഒക്കെ ഫണ്ടും കാര്യങ്ങളൊക്കെ പി ടി ആയിരുന്നു വഹിച്ചിരുന്നത്. ആളുടെ എഡ്യൂക്കേഷന്റെ ഒക്കെ ഫണ്ടും കാര്യങ്ങളൊക്കെ പി ടി ആയിരുന്നു പോയിരുന്നത്. അപ്പോ ഞങ്ങൾക്ക് വലിയ കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ റീയൂണിയന്റെ സമയത്ത് ആള് വന്നിട്ടുണ്ടായിരുന്നു. ആള് പണ്ടത്തെ പോലത്തെ മിണ്ടപ്പൂച്ചൊന്നുമല്ല, നല്ല ബോൾഡ് ആയിട്ടൊക്കെ സംസാരിക്കും. അവൾ സംസാരിച്ചപ്പോ പറഞ്ഞു, അന്ന് ഞാൻ പേടിച്ച്, ആ കുട്ടികളെ പേടിച്ച് ഞാൻ അന്ന് അങ്ങനെ ഇരുന്നിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് അങ്ങനെ ഇങ്ങനെ ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ സംസാരിച്ചപ്പോൾ അവള് പറഞ്ഞത് അവളിപ്പോ PWDയില് ക്ലർക്കായിട്ട് വർക്ക് ചെയ്യാണ്. PSC എഴുതി ജോലി കിട്ടി ക്ലർക്കായിട്ട് വർക്ക് ചെയ്യാണ്. PWD ആണ്. അപ്പോ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അവള് വീട് പണിത് കൊടുത്തു. കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല, വീട് പണിത് കൊടുത്തു. അവർ രണ്ടുപേരും ഇപ്പൊ നല്ല സുഖമായിട്ട് രണ്ടുപേരും ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ്, അമ്മയും മോളും. അപ്പൊ അത്രയും ആ ഒരു കുട്ടിയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ആ ഒരു ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞ് വീട്ടിൽ ഒതുങ്ങിക്കൂടാനായിട്ട് ഇഷ്ടപ്പെട്ട ഒരാള് ആ ഒരു ഫിസിക്കൽ ഡിസബിലിറ്റി ഒന്നും കാര്യമല്ല, എഡ്യൂക്കേഷൻ ആണ് മുഖ്യമെന്ന് അവളെ സപ്പോർട്ട് ചെയ്ത അവളുടെ അമ്മ ആ കണ്ട സ്വപ്നമില്ലേ, അത് കറക്റ്റായിട്ട് എന്നുവെച്ചാൽ ഇപ്പൊ അച്ഛൻ കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെടും. കാരണം അവൾക്ക് ഫിസിക്കൽ ഡിസബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അമ്മേനെയും കുട്ടീനെ ഉപേക്ഷിച്ചു പോയത്. അപ്പം ആ സമയത്ത് അമ്മ ഒരുപാട് എന്ത് ചെയ്തിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ ക്ലാസ്സിന്റെ ഒക്കെ സമയത്തേ അമ്മ പുറത്ത് വന്ന് നിൽക്കും, ക്ലാസ്സിന്റെ അങ്ങനെ പുറത്ത് നിൽക്കുമായിരുന്നു. അപ്പൊ ടീച്ചർക്ക് എന്നെ വിഷമം തോന്നിയിട്ട് ടീച്ചർ എന്നെ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ഒരു കസേര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫുൾ ടൈം ആ ചേച്ചി അവള് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഫുള്ളും അവിടെ ഉണ്ടാവും. ഈ ക്ലാസ്സിന്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കും. എല്ലാ ദിവസവും അവള് കൂടെ ഉണ്ടാവും. ഭയങ്കര ഒരു കെയറും കാര്യങ്ങളാണ്. ഞാൻ അത്രയും മനസ്സിലാക്കിയ അമ്മയെ കണ്ടിട്ടുള്ളത്. കാരണം അത്രയും കെയർ ആണ് അവളുടെ കാര്യത്തിൽ. അത്രയും എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുത്ത ഒരു വ്യക്തിയാണ്. ഇപ്പൊ PSC പഠിക്കുന്ന കാര്യത്തിലായാലും എല്ലാത്തിനും നല്ല സപ്പോർട്ടും കാര്യങ്ങളാണ്. അമ്മ വേറെ ജോലിക്കൊന്നും പോയിട്ടില്ല. കാരണം ഇവളുടെ ഹെൽത്ത്, ഇവൾക്ക് ഒരാളുടെ സഹായം ഇല്ലാണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെച്ച ഒരു വ്യക്തിയായിരുന്നു അവളുടെ അമ്മ. അപ്പോ
അപ്പൊ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിൽ കുട്ടികളുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് വളരെ പുവർ ആയിരിക്കും. നമ്മൾ അങ്ങനെ ഒരു ഡിസബിലിറ്റി ഉള്ളൊരു കുട്ടി നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ അവൾക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ ഫ്രണ്ടിനെ പറഞ്ഞ പോലെ നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഭാവി അവർക്ക് ഉണ്ടാവും. ഓക്കെ, നോക്കാം കേട്ടോ. Health and physical development. There is a positive relation between health and emotional development. ഹെൽത്തും ഇമോഷണൽ ഡെവലപ്മെന്റും തമ്മിൽ ഒരു പോസിറ്റീവ് റിലേഷൻ ആണ് ഉള്ളത്. ദ ചിൽഡ്രൻ വീക്ക് ഇൻ ഫിസിക്കൽ സ്ട്രക്ചർ, ഇനി ഫിസിക്കൽ സ്ട്രക്ചറിൽ എന്തെങ്കിലും വീക്ക്നെസ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഓർ സഫർ ഫ്രം ഇൽനെസ്, എന്തെങ്കിലും അസുഖങ്ങളുള്ള കുട്ടികളാണെങ്കിൽ മോർ ഇമോഷണലി അപ്സെറ്റ്, അവർക്ക് ഇമോഷണലി വളരെ അപ്സെറ്റ് ആയിരിക്കും, ഇമോഷണൽ ഡെവലപ്മെന്റ് പുവർ ആയിരിക്കും. അൺസ്റ്റേബിൾ ദാൻ ചിൽഡ്രൻസ് ഹു ആർ ഹെൽത്തി, ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളെക്കാളും കുറവായിരിക്കും ഇവരുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് എന്താണ് പോസിറ്റീവ് ഹെൽത്തും ഒക്കെ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെന്റ് കറക്റ്റ് ആയിരിക്കും. ഇനി എന്തെങ്കിലും വീക്ക്നെസ്സോ അസുഖങ്ങളോ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെന്റ് പുവർ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവർക്ക് വേണ്ട കൂടുതലായിട്ടുള്ള കെയറും സപ്പോർട്ടും കൊടുക്കണം. ഓക്കെ, നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ അവനായിരിക്കും നമ്മൾ കൂടുതൽ കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിയോ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ്. എല്ലാരും വായിച്ചു നോക്കിയോ? ഓക്കെ, ബാക്കിയുള്ള പോർഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മൾ ലാസ്റ്റ് എന്തെങ്കിലും ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്? ഇല്ല മാം. നെക്സ്റ്റ് വീക്ക് ഞാൻ തരാം കേട്ടോ. ഫ്രെയിം ചെയ്തിട്ടില്ലാന്ന് നിങ്ങള്? ഞങ്ങൾ ഇല്ല. ലാസ്റ്റ് വന്നത് മറ്റേ തടിയുടെ ഇതിൽ ഉണ്ടാക്കാൻ പറഞ്ഞില്ലേ, അൽഫ കളേഴ്സ്, സെക്കൻഡറി കളേഴ്സ്, അത് വരെ ചെയ്തു. നെക്സ്റ്റ് വീക്ക് തരാം കേട്ടോ. ഞാൻ സൈൻ ഔട്ട് പറയാനാണോ? സൈൻ ഔട്ട് പറഞ്ഞു കേട്ടോ. ആരെങ്കിലും പറയാനുണ്ടാന്ന് നോക്കട്ടെ മിസ്. Good afternoon, ma'am. As we come to the end of today's session, I extend my heartfelt thanks to our ma'am. Today we discussed about the topic socio-emotional development in children. Ma'am explained us very well. Thank you, ma'am, for your patience and guidance and sharing your valuable experiences with us. Thank you so much, dear friends. Thank you all. Thank you, miss. Thank you, ma'am.